Good morning. Good morning. Good morning, Sugana. എല്ലാവർക്കും സുഖല്ലേ? Good morning. Good morning. അവർക്ക് സുഖാണോ? സുഖായിരിക്കുന്നു. Fine, ma'am. ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കേൾക്കാനാണ് ഇഷ്ടം. എടുക്കട്ടെ നമ്മുടെ നോട്ടൊന്ന്. ഓക്കെ, സോ നമ്മള് കുഴപ്പമില്ല, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇടയ്ക്കുള്ള ഹെൽത്ത്, ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് കുറവ് മാറ്റിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ഈ നമ്മളുടെ ചുമ അങ്ങനത്തെ സാധനമൊക്കെ പെട്ടെന്ന് മാറില്ല, അതാണ് പ്രശ്നം. പിന്നെ നമ്മളാണെങ്കിൽ ഈ വയല നാക്ക് കൊണ്ട് ജീവിക്കുന്നവരാണല്ലോ. മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് വയല നാക്ക് കൊണ്ട് ജീവിക്കുന്ന ഉദ്ദേശിച്ചത് ഈ പഠിപ്പിക്കൽ തന്നെയാണേ. അതുകൊണ്ടാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ റെസ്റ്റ് ഇല്ല സൗണ്ടിന്. നിറയെ ക്ലാസ്സസ് ഒക്കെ ഉണ്ട് ഇത് കൂടാതെ. അതുകൊണ്ട് ആ ഒരു സൗണ്ട് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുള്ളൂ. അതർവൈസ് എവറിത്തിങ് ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് കുറച്ച് എന്താ പറയാ പേഷ്യൻസ് റെക്കോർഡ്സിന്റെ കണ്ടന്റുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്, റൈറ്റ് അല്ലേ? കുറെ കണ്ടന്റുകൾ. ഓക്കെ, നമ്മള് പേഷ്യന്റിന്റെ റെക്കോർഡുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് റെക്കോർഡ്സ് ആയിട്ട് വരുന്നത് എന്നുള്ളത് കുറെ കാര്യങ്ങളുണ്ട്. ഐഡന്റിഫിക്കേഷൻ സ്ക്രീന് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലായിട്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ രോഗമാണ്, അവിടെ ഇൽനെസ് ആണ്, ഓർത്തേക്ക. ഓരോന്നിനും അതങ്ങനെ ഓർക്കുക. ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ എന്ന് പറയുമ്പോൾ പോയിന്റ് അറ്റ് വിച്ച് വി ആർ രജിസ്റ്റേർഡ് ഓർ അഡ്മിറ്റഡ്. നമ്മളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യുന്ന പോയിന്റ് അല്ലെ, അതാണ് രജിസ്ട്രേഷൻ പോയിന്റ്. അവിടെയാണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രോബ്ലം ലിസ്റ്റ് ദാറ്റ് മീൻസ് റിലേറ്റിംഗ് അവർ സിക്നസ്, ഇൽനെസ്, നമ്മുടെ രോഗം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗം എന്താണ്, ആ രോഗത്തിന് നമ്മൾ ആശുപത്രിയിൽ വന്നപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കെയറിങ് ഫിസിഷ്യൻ തന്നത്, അതുപോലെയൊക്കെ തന്നെ ആ ഒരു എപ്പിസോഡ് ഓഫ് കെയറിങ് ഫുള്ളും. പിന്നെ മെഡിക്കേഷൻ റെക്കോർഡ്, ദാറ്റ് മീൻസ് ദ മെഡിസിൻസ് പ്രൊവൈഡഡ്. നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസ്, അതിൽ ഏതെങ്കിലും തരത്തിൽ അലർജിക് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. ഓക്കെ, പിന്നെ എന്താ പറയാ, അപ്പൊ ഇതൊക്കെ ഓരോരുത്തർ ആരാ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹിസ്റ്ററി, നമ്മളുടെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പേഷ്യന്റിന്റെ ഫാമിലി ഹിസ്റ്ററി കൂടി. ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ രോഗത്തിന്റെ ഫാമിലി ഹിസ്റ്ററി ആണ് കേട്ടോ. ചില രോഗങ്ങൾ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അതൊക്കെ ഡോക്ടേഴ്സ് ചോദിച്ച് മനസ്സിലാക്കും. പ്രോഗ്രസ് നോട്ട്സ്, ഫിസിഷ്യൻസ് ഓരോ സമയത്തും രോഗികളെ സന്ദർശിച്ച് അവർക്ക് കിട്ടുന്ന അപ്ഡേഷൻസ്, രോഗിയുടെ രോഗം എത്രത്തോളം ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്, എത്ര പെർസെന്റേജ് മാറ്റം വന്നിട്ടുണ്ട്. ഓൾ ദീസ് തിങ്സ് വിൽ ബി റെക്കോർഡഡ് ബൈ ദ ഫിസിഷ്യൻ. ആൻഡ് ഓൾസോ പല വേറെ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഇതിന്റെ ഇൻഫർമേഷൻസ് ഏത് രോഗിയെ കുറിച്ചുണ്ടെങ്കിൽ അവരൊക്കെ കൊടുക്കുന്ന എല്ലാം കൂടി. ഓക്കെ, ഇത് ഓരോ ആളുകളും അവരവരുടെ പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കാൻ റെസ്പോൺസിബിൾ ആണ്. ഏത് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രസ് നോട്ട്സ് ആയാലും ഇറ്റ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദെയർ റെസ്പോൺസിബിലിറ്റി. അവരുടെ ഉത്തരവാദിത്തത്തിലാണ് അവരത് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ഇപ്പൊ ലാബിൽ കിട്ടിയേക്കണ, ലാബിൽ നിന്ന് ഒരു എന്താ പറയാ ഒരു പ്രോഗ്രസ് നോട്ട് കിട്ടി, അവിടുത്തെ രോഗിയെ ടെസ്റ്റ് ചെയ്തതിന് എന്തെങ്കിലുമൊക്കെ, എന്നിട്ട് അതിൽ എന്തെങ്കിലും തോന്നിയ പോലെ എഴുതി വെച്ചിട്ട് നമ്മുടെ ഇല്ലല്ലോ ഡോക്ടർ നോക്കിയ ഡോക്ടറിൽ ഇതൊക്കെ ശരിയാക്കണ്ടേ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ് ഒക്കെ കൃത്യമായിട്ട് അവർ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഈച്ച് പ്രൊവൈഡേഴ്സിനും അവരവരുടെ രീതിയിൽ പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കാം. പക്ഷെ ഒരു കോമൺ ഫോർമാറ്റ് നമ്മുടെ പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കാനുണ്ട്. ആ ഫോർമാറ്റ് എന്ന് പറയുന്നത് SOAP, SOAP ഫോർമാറ്റിലാണ്. സബ്ജക്റ്റീവ് ഫൈൻഡിങ്സ്, ഒബ്ജക്റ്റീവ് ഫൈൻഡിങ്സ്, അസസ്മെന്റ് ആൻഡ് പ്ലാൻ, ഈ രീതിയിൽ. പിന്നെ കൺസൾട്ടേഷൻ, ഡോക്ടറെ കാണുന്നു, ഡോക്ടർ എന്തൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫിസിഷ്യൻസിന്റെ ഓർഡർ എന്ന് വെച്ചാൽ ഫിസിഷ്യൻ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഈ രോഗിയെ സംബന്ധിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനോ മറ്റൊക്കെ ഓർഡർ ചെയ്യാം, വെർബലി ഓർ റിട്ടൺ ഡോക്യുമെന്റ് ആയിട്ട്. അതൊക്കെയാണ്. പിന്നെ എക്സ്റേ, ഇമേജിംഗ് റിപ്പോർട്ട്സ്, ലാബ് റിപ്പോർട്ട്സ്, ഇതെല്ലാം പേഷ്യന്റിന്റെ റെക്കോർഡ് കണ്ടന്റുകളാണ്. പിന്നെ കൺസെന്റ് ആൻഡ് ഓതറൈസേഷൻ ഫോം, സർജറിയോ
മറ്റേതെങ്കിലും ഡിസ്ചാർജ് സമ്മറിയോ ഇതൊക്കെ കൊടുക്കുമ്പോൾ അതിന്റെയൊക്കെ എന്തെങ്കിലും എന്താ പറയാ രോഗിയുടെ എന്തെങ്കിലും അവസ്ഥയെ കുറിച്ച് മറ്റുള്ളവർക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. അതിലേക്ക് സമ്മതം പേഷ്യന്റിന്റെ സിഗ്നേച്ചറോടൊപ്പം വാങ്ങിക്കാൻ നിർബന്ധമാണ്. അതൊക്കെ റെക്കോർഡാണ്. പാത്തോളജി റിപ്പോർട്ട്, നമ്മുടെ ഏതെങ്കിലും ശരീരത്തിലെ ഏതെങ്കിലും ടിഷ്യൂസ് ഒക്കെ എടുത്തിട്ട് ടെസ്റ്റിനൊക്കെ ഡയഗ്നോസിസിനൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കൊടുക്കുമ്പോൾ അതിന്റെ റിപ്പോർട്ട്. ഓക്കെ, ഓപ്പറേറ്റീവ് റിപ്പോർട്ട്, സർജറീസിന്റെ റിപ്പോർട്ട്, ഡിസ്ചാർജിന്റെ സമയത്തുള്ളത് അത് ഡിസ്ചാർജ് സമ്മറി, ക്ലെയിംസ് കണ്ടന്റ്, ബില്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സ് അവരുടെ ജോലി ചെയ്യുന്നത് അവരുടെ ഫീസിന് വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് ഷുഡ് ബി അപ്ഡേറ്റ്. അവർക്ക് അത് കൊടുക്കണം. അവർക്ക് കൊടുക്കുന്നത് ഐദർ ബൈ ദ പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലെയിമുകളാണ്. ഇവിടെ ക്ലെയിമിനെ കുറിച്ച് പറയുമ്പോൾ ക്ലെയിം കണ്ടന്റ് വേണം. ഇൻഷുറൻസ്, ഏത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്, ആ ഇൻഷുറൻസ് ഹോൾഡറുടെ പേര്, മറ്റു കാര്യങ്ങൾ, നമ്പറൊക്കെ, അത് ഏത് കമ്പനിയാണ് നമുക്ക് ഫണ്ട് തരുന്നത്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ക്ലെയിംസ് കണ്ടന്റ് എന്ന് പറയുന്ന റിപ്പോർട്ടിൽ ഉണ്ടാകാം. പിന്നെ കുറച്ച് എന്താ പറയാ ഫോർമാറ്റുകൾ നിങ്ങൾക്ക് അവിടെ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അതൊന്ന് വെറുതെ നിങ്ങളൊന്ന് നോക്കിയാൽ മാത്രം മതി. കാരണം ഇങ്ങനെയുള്ള പല സാമ്പിൾസ് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഫോർമാറ്റുകൾ നമ്മളുടെ കയ്യിലൂടെയും കടന്നു പോയിട്ടുണ്ടാവും പലപ്പോഴും, അല്ലെ? പല റിപ്പോർട്ടുകളൊക്കെ ഓരോ ആളുകൾ ഓരോ ഹോസ്പിറ്റലിന്റെ ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ കിട്ടുന്നത് ഇല്ലേ? കയ്യിൽ കിട്ടിയിട്ടില്ലേ എപ്പോഴെങ്കിലും ഒക്കെ? യെസ്, നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. പല രീതിയിൽ നമ്മുടെ കയ്യിൽ കൂടെ കടന്നു പോയിട്ടുള്ളതാണ്. ജസ്റ്റ് നിങ്ങളുടെ ഇൻഫോർമേഷന് വേണ്ടി, നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ അതവിടെ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രം. നമ്മളുടെ കയ്യിലുള്ളതൊക്കെ എടുത്ത് വെച്ച് നിങ്ങൾക്കൊന്ന് വെളിയിൽ നോക്കാം. അല്ലെങ്കിൽ ഇത് തന്നെ കുറച്ചുകൂടി ഒന്ന് നിങ്ങൾ സൂം ചെയ്ത് വെച്ച് നിങ്ങളൊന്ന് നോക്കാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ മേജർ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റംസ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽസിൽ വരുന്ന ഓരോ പേഷ്യൻസിനും they will have some information about the each and every patients in the hospital. ഹോസ്പിറ്റൽസിൽ വരുന്ന എല്ലാ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഇത്തരം റെക്കോർഡുകൾ, ഇൻഫോർമേഷൻസ് അവിടെ റെക്കോർഡഡ് ആണ്. ഇന്നത് IT, ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. whenever they have to use it, they can retrieve that data from the computers. അതൊക്കെ എന്ത് ചെയ്യാം, എപ്പോ വേണമെങ്കിലും. ഇപ്പൊ ഏതെങ്കിലും ഒരു രോഗിയെ കുറിച്ച് എന്തെങ്കിലും രോഗത്തെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡാറ്റ അവിടെ നിന്ന് തന്നെ അവർക്ക് റിട്രീവ് ചെയ്തെടുത്ത് ഫയലൊക്കെ ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. പാസ്വേഡ് ഒക്കെ കൊടുത്ത് അവർക്കത് എടുത്ത് പഠിക്കാം, പഠനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, മറ്റേതെങ്കിലും പർപ്പസിനൊക്കെ ഇതൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്തിരിക്കുന്നുണ്ട്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന മേജർ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റംസ് ആണ്. പ്രധാനമായിട്ടും എന്താ പറയാ 2 കാറ്റഗറീസ് ആണ് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റത്തിനുള്ളത്. 2 പ്രൈമറി കാറ്റഗറീസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആൻഡ് ദേ ആർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുമ്പോൾ ആ വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൊള്ളാം. കുറെ ഇങ്ങനെ വലിച്ചു വരെ എഴുതി വെച്ചിട്ടുണ്ടോ, ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഇങ്ങനെ നോക്കുക. ഓക്കെ, സോ 2 ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ മേജർ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലുള്ളത്. ഫസ്റ്റ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ക്ലിനിക്കൽ. എങ്ങനെയാണ് ഇതിനെന്തുകൊണ്ട് ഇങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്തിരിക്കുന്നു? ഇതെന്താ ഇങ്ങനെ 2 വേർതിരിവ് കാണിച്ചേക്കണേ? So it is according to the purpose and also the type of data they contain. ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് വ്യത്യാസപ്പെടുത്തി ഇങ്ങനെ എഴുതിയിരിക്കുന്നതിന്റെ രീതി എന്ന് പറയുന്നത്, ഒന്ന് അതിന്റെ പർപ്പസ്, ലക്ഷ്യം, എന്തിനു വേണ്ടിയിട്ടാണ് ആ ഡാറ്റയുടെ ലക്ഷ്യം, പിന്നെ അത് ടൈപ്പ് ഓഫ് ഡാറ്റ കണ്ടെയ്ൻ, അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഡാറ്റ എങ്ങനത്തെയാണ്. ഈ 2 കാര്യങ്ങളുടെ ബേസിസിലാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നതും ക്ലിനിക്കൽ എന്ന് പറയുന്നതുമായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. Administrative information system means it contains primarily administrative or financial data. പ്രധാനമായിട്ടേ ഇത് നമ്മുടെ എന്താ പറയാ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് പോലെയുള്ള ഓർഗനൈസേഷൻസിന്റെ മാനേജ്മെന്റ് ഫങ്ഷൻസ് ആണ്. മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ജനറൽ ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ. പിന്നെ എന്താ പറയാ അതിനകത്ത് ജോലിക്കാരനെ, അതായത് അവിടുത്തെ എംപ്ലോയീസിനെയൊക്കെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഹ്യൂമൻ റിസോഴ്സിനെ, അത്. പിന്നെ അവിടുത്തെ ഫിനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇൻകം, അവിടെ നിന്ന് കിട്ടുന്ന പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന ഫീസ് തന്നെയാണ് അവിടുത്തെ മെയിൻ ഇൻകം. അത് ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വേരിയസ് എക്സ്പെൻസസ്, അവിടെയുള്ള പല ചെലവുകൾക്ക് വേണ്ടി ആ കാശ് എങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പൊ ഫിനാൻസ് സംബന്ധമായിട്ടുള്ള മാനേജ്മെന്റിന്. അവിടുത്തെ മെറ്റീരിയൽസ്, ഒരുപാട് മെറ്റീരിയൽസ് ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? അതായത് എന്താ പറയാ ലാബിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ ഉപയോഗിക്കുന്ന മെഡിസിൻസ് പോലെയുള്ള മെറ്റീരിയൽസ്,
അങ്ങനെ പലതും. ആൻഡ് എക്യുപ്മെന്റ്സ്, പലതരത്തിലുള്ള മെഷീനറീസ് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ പിന്നെ ഹ്യൂമൻ റിസോഴ്സ്, അങ്ങനെ എല്ലാവരും, പിന്നെ അക്കൗണ്ടിങ്, ബില്ലിങ്, all these are included in administrative or financial information system. അതായത് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ സിസ്റ്റത്തിലാണ് ഇതെല്ലാം വരിക. ഇതെല്ലാം എന്താ മാനേജ്മെന്റ് ആണ്. എന്തിന്റെ? ഫിനാൻഷ്യൽ കാര്യങ്ങളാകാം, മെറ്റീരിയൽസ് കാര്യങ്ങളാകാം, എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാമാണ് അതിനകത്ത് ഉൾപ്പെടുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെയാണെങ്കിൽ ക്ലിനിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം എന്തായിരിക്കാം? വാട്ട് ഇറ്റ് ബി? എന്തായിരിക്കും ക്ലിനിക്കൽ? അത് ആ പേഷ്യൻസിന്റെ രോഗങ്ങൾ സംബന്ധമായിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കാം അല്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. അങ്ങനെയല്ലേ എന്ന് പറ, ആലോചിക്കി. ജസ്റ്റ് തിങ്ക്. അതെ, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളത് ഇൻഫോർമേഷൻ. ദാറ്റ് മീൻസ് ഓരോ വരുന്ന പേഷ്യൻസിന്റെ, അതെ, പേഷ്യൻസിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. മനസ്സിലാക്കുക. വരുന്ന പേഷ്യൻസിന്റെ രോഗങ്ങൾ എന്തൊക്കെ, അതിനെന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തു, എന്തൊക്കെ സർജറീസ് പ്രൊവൈഡ് ചെയ്തു, എന്തൊക്കെ ലാബ് ടെസ്റ്റുകൾ നടത്തി, അങ്ങനത്തെ ഡാറ്റ വേറെ. മനസ്സിലായോ? മനസ്സിലായി? രണ്ടും തമ്മിലുള്ള ക്ലാസിഫിക്കേഷൻ. എന്തുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് എന്നും ക്ലിനിക്കൽ എന്നും നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റത്തെ രണ്ടായി ക്ലാസിഫൈ ചെയ്തു? സോ ദാറ്റ്സ് ദ റീസൺ. അതാണ് അതിന്റെ റീസൺ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ റിഗാർഡിംഗ് ഫിനാൻസ് ആകാം, എക്യുപ്മെന്റ്സ് മെറ്റീരിയൽസ് ആകാം, ഹ്യൂമൻ റിസോഴ്സസ് ആകാം, അക്കൗണ്ടിങ് ആകാം, ബില്ലിംഗ് ആകാം, ഓൾ ദീസ് തിങ്സ്. അത് നമ്മുടെ രോഗവുമായി ബന്ധപ്പെട്ടതല്ല. രോഗവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതിനൊക്കെ വേണ്ടി പോണേ. ശരി, പക്ഷേ ഡയറക്ട്ലി ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു പേഷ്യൻസ് ഇൽനെസ്. രോഗത്തിന്റെ നേരിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെട്ടതല്ല ഇത്. ഇതൊക്കെ ഒരു എന്താ പറയാ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതേസമയം രോഗി, രോഗത്തിന്റെ മരുന്ന്, ഇതൊക്കെ നമ്മളുടെ എന്തിൽ വരും? ക്ലിനിക്കൽ ആയിട്ടുള്ള ഡാറ്റാസിൽ വരും. മനസ്സിലായോ? അതുകൊണ്ടാണ് അങ്ങനെ തിരിച്ചേക്കണേന്ന്. കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ? ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കാര്യം മനസ്സിലാക്കുക ഇതിനകത്ത്. കാരണം ഇതിങ്ങനെ കുറച്ച് അധികം വലിച്ചു നീട്ടിയൊക്കെ കുറെ അങ്ങനെ ഇങ്ങനെ തിരിച്ചും മറിച്ചും വളച്ചും തിരിച്ചും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ മെയിൻ പോയിന്റ് ഇൻ ദാറ്റ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. There are two primary categories of healthcare information system: administrative and clinical. ആ സെന്റൻസ് ആദ്യം ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അടുത്ത സെന്റൻസ്, എ സിമ്പിൾ വേ ടു ഡിസ്റ്റിങ്വിഷ് ദം. എന്താണ് ഇതിങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്തിരിക്കുന്നത്, വ്യത്യാസം ആക്കി രണ്ട് രീതിയിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് അതിന്റെ പർപ്പസും അതിന്റെ ടൈപ്പ് ഓഫ് ഡാറ്റ കണ്ടന്റുമാണ്. ഓക്കെ, രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. കണ്ടെയ്ൻ വരെ. ഓക്കെ, ഇനി പിന്നെ അത് കഴിഞ്ഞിട്ടേ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു സെന്റൻസ് തുടങ്ങിയിട്ടില്ലേ? ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫോർമേഷൻ സിസ്റ്റം മൈറ്റ് കണ്ടെയ്ൻ ഇൻഫോർമേഷൻ യൂസ്ഡ് ടു മാനേജ് പേഴ്സണൽ, ഫിനാൻസ്, മെറ്റീരിയൽ, സപ്ലൈസ് ഓർ എക്യുപ്മെന്റ്. ആ ഒരു സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, എക്യുപ്മെന്റ് വരെ. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട്. റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്. നമ്മളുടെ ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷനിലെ റവന്യൂ, വരുമാനം അല്ലെ, അവിടുത്തെ വരുമാനമായിട്ടുള്ള റവന്യൂ ആയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഒരു സൈക്കിൾ ആണല്ലോ. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് കിട്ടുന്നു, അത് പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് ഇങ്ങനെ ഓരോ ഡേ ബൈ ഡേ നമുക്കറിയാം ആ ഫിനാൻസ് അവരെങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്, പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു. കാരണം നമുക്കറിയാം അത് ഡേ ബൈ ഡേ ഇൻക്രീസിങ് ആണ്. നമ്മൾക്ക് കിട്ടുന്ന വരുമാനവും കൂടുതലാണ്. വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ, അവിടേക്ക് വരുന്ന ഒരു എന്താ പറയാ റവന്യൂ എന്ന് പറയുന്നത് അറിയാലോ, മനസ്സിലായല്ലോ. അവിടെ കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ആ റവന്യൂ ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ്. ഇൻകം കൂടുന്നുണ്ട്, അതോടൊപ്പം തന്നെ അതനുസരിച്ചുള്ള ചെലവുകളും ഉണ്ട്. കാരണം ഡേ ബൈ ഡേ ദർ വിൽ ബി എന്താ പറയാ ഡെവലപ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ ഓർഗനൈസേഷനിൽ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലൊക്കെ ഒരുപാട് വർദ്ധിച്ച ചെലവുകളും വരുന്നുണ്ട്. കിട്ടുന്ന വരുമാനത്തിലും അധികമുണ്ട്. കാരണം ആളുകളിൽ നിന്ന് പേഷ്യൻസിൽ നമുക്ക് വാങ്ങിക്കുന്ന പൈസ പണ്ട് 50 രൂപ കൊടുത്ത് ഡോക്ടറെ കണ്ടിരുന്നെങ്കിൽ ഇന്നത് 500, 300, 350 രൂപയും കൊടുത്ത് നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട്. കൺസൾട്ടേഷന് വേണ്ടി മാത്രം വരുന്ന ചെലവാണ് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, ഡേ ബൈ ഡേ ഇൻകമിൽ അവരുടെ ഇൻക്രീസ് ഉണ്ട്, പക്ഷെ അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ദേ ആർ ഓൾസോ മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദ ഡെവലപ്മെന്റ്. ഓരോ വികസന പ്രവർത്തനങ്ങളും അവർ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതങ്ങനെ വരുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ അതിനകത്ത് എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് അക്കൗണ്ട്സ് റിസർവ് ഫോളോ അപ്പ്, അവർക്ക് കിട്ടുന്ന വരുമാനം അത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കിട്ടുന്നു, പിന്നെ പേഷ്യന്റിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻസ്, പിന്നെ റിപ്പോർട്ടിംഗ് ആൻഡ് ബെഞ്ച് മാർക്കിംഗ്. ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൽ ഏറ്റവും എന്താ പറയാ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള മറ്റ് കമ്പനികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ, മികച്ച പ്രവർത്തനങ്ങളൊക്കെ കമ്പയർ ചെയ്യുന്ന രീതിയാണ്. ഇപ്പൊ നമ്മളുടെ ഓർഗനൈസേഷനും മറ്റു ഓർഗനൈസേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ വാട്ട് ദേ ആർ അഡോപ്റ്റിംഗ് ടു മേക്ക് ഇൻക്രീസിങ് എഫിഷ്യൻസി, അവരുടെ കാര്യക്ഷമത കൂട്ടാൻ അവർ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അത് കമ്പയർ ചെയ്യുക. നമ്മളിൽ നിന്ന് അവർ വ്യത്യസ്തമായിട്ട് എന്താ ചെയ്യുന്നത്, അത് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്കിംഗ് എന്ന് വിളിക്കുക. അത് കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ആ ഹോസ്പിറ്റൽസ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരാ ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ കൊണ്ടുവരിക. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്, ഇൻകം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വേരിയസ് പർപ്പസ് ആണ് നമ്മുടെ ഇൻകം അവർ സ്കെഡ്യൂൾ ചെയ്യുന്നത്. പിന്നെ ചാർജ് ക്യാപ്ചർ, അതായത് എന്താ പറയാ ഓരോ ഇതിനും ചെയ്യുന്ന ചാർജസ്, ഓരോ ടെസ്റ്റുകൾക്കായിരിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവർ ചെയ്യുന്ന ചാർജസ്, പിന്നെ കോഡിങ്, ഡോക്യുമെന്റിങ്, അതായത് അവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കോഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വെക്കുക. പല ഡോക്യുമെന്റുകളും കോഡഡ് ഫോമിലാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുന്നതാണെങ്കിലും കോഡ് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ സേവ് ചെയ്യുക. ഇപ്പൊ മെഡിസിൻസിന് ഒരു കോഡ്, അല്ലെ അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന് ഒരു കോഡ്, ഹ്യൂമൻ റിസോഴ്സുകൾക്ക് ഒരു കോഡ്, അങ്ങനെ പലതിനും ഉണ്ട്. പിന്നെ മാനേജ്ഡ് കെയർ കോൺട്രാക്ടിങ്, അവര് കൊടുക്കുന്ന കെയറിങ്ങിന്റെ അവര് കോൺട്രാക്ടിങ്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ. പിന്നെ മാനേജ്മെന്റ് ഓഫ് ക്ലെയിംസ് ഡിനയൽ, അതായത് ഇപ്പൊ ഇൻഷുറൻസ് കമ്പനിയൊക്കെ പൈസ തരേണ്ട പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, അതെങ്ങനെ മാനേജ് ചെയ്യുന്നു. ചില ക്ലെയിമുകളൊക്കെ അവര് ഇൻഷുറൻസ് കമ്പനി ഡിനൈ ചെയ്യും. ഡിനൈ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റേ ഇൻഷുറൻസ് കമ്പനിയുടെ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ലാസ്റ്റ് പേജില് അപ്രൂവ്ഡ്, പിന്നെ ഡിനൈല്, റെഫ്യൂസൽ, അല്ലെ റെഫ്യൂസല്, അതുപോലെ തന്നെ എന്താ പറയാ എക്വയറി, 3 ഇതാണ് ഇൻഷുറൻസ് ക്ലെയിം കൊടുക്കുന്നത്. അപ്രൂവ്ഡ് ആണെങ്കിലും നമുക്കപ്പോ തന്നെ അപ്രൂവ്ഡ് ആണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽസിലേക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. ഇൻഷുറൻസ് കമ്പനി നമുക്ക് വേണ്ടി പേയ്മെന്റ് നടത്തും. ക്വറി ആണെങ്കിൽ അന്വേഷണത്തിന് പോകണം, എന്ന് വെച്ചാൽ ഒന്നുകൂടി അന്വേഷിക്കാനായിട്ട് നമുക്ക് ഹാവ് സം ഡൗട്ട്സ്. ആ പേഷ്യന്റിന്റെ ആ ഇൻഷുറൻസ് ഹോൾഡറിനെ സംബന്ധിച്ച് ചില ഡൗട്ട് ഉണ്ട്, അപ്പൊ അത് ഡോക്ടേഴ്സുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് എന്നിട്ടാണ് പിന്നെ പൈസ കൊടുക്കണോ വേണ്ടത് പിന്നീട് തീരുമാനിക്കുക. അതേസമയം റെഫ്യൂസൽ ഓർ ഡിനയൽ എന്ന് പറഞ്ഞാൽ എന്താ, റെഫ്യൂസ് ചെയ്തു, ഇല്ല തള്ളിപ്പോയി, നമ്മുടെ ക്ലെയിം അവര് അംഗീകരിച്ചില്ല ഇൻഷുറൻസ് കമ്പനി, അങ്ങനെ ഒരു ഭാഗം എങ്ങനെ മാനേജ് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പേയ്മെന്റ് പോസ്റ്റിംഗ്, പേയ്മെന്റുകളൊക്കെ എങ്ങനെയാണ്, ഓരോ പോസ്റ്റിങ്ങിന് കൊടുക്കുന്ന പേയ്മെന്റ് എങ്ങനെ, ഇതൊക്കെ ഡീൽ ചെയ്യുന്നതൊക്കെ ഈ ഒരു ഇൻകം വെച്ചിട്ടാണ്. അവിടുത്തെ റവന്യൂ സൈക്കിൾ മാനേജ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് കമ്പനികൾ ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് വായിച്ചു നോക്കുക. ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലും ഇത് വന്നുകൂടെ, എന്തോ സൗണ്ട് കേട്ടതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ. ലൈൻ ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ ഇനി എങ്ങനെയാണ് നമ്മളുടെ ആപ്ലിക്കേഷൻസ്, ഇൻഫോർമേഷൻ സിസ്റ്റത്തെ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. പേഴ്സണൽ മാനേജ്മെന്റ്, ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും. പേഴ്സണൽ മാനേജ്മെന്റ്, ഫസ്റ്റ് ഓഫ് ഓൾ പേഴ്സണൽ മീൻസ് തൊഴിലാളികൾ, തൊഴിൽ. മാനേജേഴ്സ് ഹ്യൂമൻ റിസോഴ്സസ് സ്റ്റാഫിനെയാണ്. ഹ്യൂമൻ ആയിട്ടുള്ള എല്ലാ എംപ്ലോയീസിനെയും നമ്മൾ മാനേജ് ചെയ്യുന്നു, ഇൻക്ലൂഡിങ് ദെയർ സാലറി, ബെനിഫിറ്റ്സ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഹ്യൂമൻ റിസോഴ്സസിന് സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക. അതിനകത്ത് അവരെ എന്താ പറയാ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് മുതൽ അവരെ റിക്രൂട്ട് ചെയ്യുന്നു, അവരുടെ സാലറീസ്, അവരുടെ ബെനിഫിറ്റ്സ്, അവർക്ക് ഇനി എന്തെങ്കിലും തരത്തിലുള്ള എഡ്യൂക്കേഷൻസ്, അവർക്ക് എന്തെങ്കിലും ട്രെയിനിങ്, ഇതെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു മാനേജ്മെന്റ്, അതാണ് പേഴ്സണൽ മാനേജ്മെന്റ്. മനസ്സിലായോ? അതൊക്കെ നമ്മുടെ ഈ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലാണ് ചെയ്യുക. അത്തരം ഇൻഫോർമേഷൻസ് ഒക്കെ ഇവരിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ പേഴ്സണൽസിന്, ജോലിക്കാർക്ക് കൊടുക്കേണ്ട എല്ലാ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് അവർക്ക് കിട്ടും. ക്ലിയർ ആയോ? ഈ ഇൻഫോർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് they can systematically carry on their each and every things. ഓരോ കാര്യങ്ങളും നടപടികളൊക്കെ അവർക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. കാരണം all these things are recorded. ഇവരെല്ലാം ഇത് റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് സിസ്റ്റമാറ്റിക് ഓർഡറിൽ അവരെ പ്ലാൻ ചെയ്ത് പോകാൻ പറ്റും. അതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ പേഴ്സണൽ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഒബിയസ്ലി അപ്പൊ എന്തായിരിക്കും, മെറ്റീരിയൽസ് മാനേജ് ചെയ്യുക എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസിലെ പലതരത്തിലുള്ള ഇൻവെന്ററീസ്,
അതായത് ഇപ്പൊ മെഡിസിൻസ് പുതിയതായിട്ട് നമുക്ക് ഓർഡർ ചെയ്യണം, അപ്പൊ എന്തോരം ഓർഡർ ചെയ്യണം, എത്ര യൂണിറ്റ് കൊണ്ടുവരണം, കണ്ടോ? മോണിറ്ററിങ്, ഓർഡറിങ് അത് നോക്കുക, മരുന്നുകളൊക്കെ എത്രയിട്ട് നോക്കുക, പുതിയ യൂണിറ്റ് നമുക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യണം. അത് മാത്രമല്ല, അത് കൊണ്ടുവരുമ്പോൾ ആ സപ്ലൈ നോക്കണം, എന്തോരൊക്കെ കൊണ്ടുവന്നു, കറക്റ്റ് ആണോ, നമ്മൾ കൊടുത്ത ഓർഡർ അനുസരിച്ച് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടോ, കുറഞ്ഞു പോയോ കൂടിപ്പോയോ എന്നൊക്കെ നോക്കണം. നമുക്ക് വേണ്ട എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് അറിയണം, അതൊക്കെ മെയിൻറ്റൈനബിൾ ആണോ, മെയിൻറ്റെയിൻ ചെയ്തിരിക്കാണോ, ഒന്നും എന്താ പറയാ ബ്രേക്ക് ഡൗൺ ആയിട്ടില്ല, എല്ലാം ഗുഡ് വർക്കിംഗ് കണ്ടീഷനിലാണ് എന്നൊക്കെ ഉറപ്പ് വരുന്നത്. അതിന്റെ ഇൻഫോർമേഷൻസ് ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. മനസ്സിലായോ? ഇത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഫാക്ട്സും അല്ലെങ്കിൽ മറ്റേ ഇൻഫോർമേഷൻസും ഒക്കെ സേവ് ചെയ്യുന്ന ഒരു മേഖല മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ? റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് ആണ്. മോണിറ്റേഴ്സ് ദ എൻറ്റയർ ഫ്ലോ ഓഫ് റവന്യൂ. ഈ ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ മേഖലയിൽ നിന്ന് എവിടെ നിന്നൊക്കെ കാശ് ഉള്ളിലേക്ക് വരുന്നുണ്ടോ, അത് ഫ്ലോ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ, ആൻഡ് അത് പേഷ്യൻസിന്റെ കളക്ഷൻ ആകാം, അതൊക്കെ നോക്കിയിട്ട് ഓൾസോ ദേ ഹാവ് ടു ഇന്റഗ്രേറ്റ് ഇതെല്ലാം കൂടി നോക്കി ഫിനാൻഷ്യൽ ആപ്ലിക്കേഷൻസ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടി നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു. അതാണ് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്. ഇങ്ങോട്ട് വരുന്ന കാശ് എന്തിനാ ഉപയോഗിക്കുന്നു, അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, വരുമാനം അനുസരിച്ചല്ലേ നമുക്ക് ചെലവഴിക്കാൻ പറ്റുള്ളൂ, അല്ലെ? അങ്ങനെയല്ലേ? Depending on the revenue, they can make developments and also make growth. ഓരോ വികസന പ്രവർത്തനങ്ങളും ഓരോ വളർച്ചയ്ക്കും അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ റവന്യൂ തന്നെയാണ്. ആ റവന്യൂ എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ എൻഷുർ ചെയ്യും. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. Then computerized provider order entry, CPOE, അതിന്റെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതെന്ന് പറയുന്നത് ഇറ്റ് enables the clinicians to directly enter orders. ഇവിടെ എന്താണെന്ന് അറിയാമോ? അതായത് ഈ ക്ലിനിഷ്യൻസിന് എന്ന് വെച്ചാൽ ക്ലിനിക്ക് കണ്ടക്ട് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ അവരവരുടെ അവരെടുക്കുന്ന ഡിസിഷൻസ്, അവരുടെ സപ്പോർട്ടിംഗ് ടൂൾസ്, അവർക്ക് വേണ്ട എന്തെങ്കിലും ടൂൾസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ്, അവരുടെ പ്രോട്ടോകോൾസ് എല്ലാം തന്നെ പെട്ടെന്ന് എടുക്കാൻ, ആക്സസ് ചെയ്യാൻ, അവർക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആക്സസ്മെന്റിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്ത് വെക്കുന്നു, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാം, അവർക്ക് അത് എടുത്തിട്ട് അവർക്ക് വേണ്ട നെസസറി ആയിട്ടുള്ള ടൂൾസ് അതുപോലെ തന്നെ അവരുടെ ഗൈഡ് ലൈൻസ് ഒക്കെ അവർക്ക് അതിൽ നിന്ന് തന്നെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതാണ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി. മറക്കണ്ട, അതിന്റെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്. enables the clinicians to directly enter orders. കണ്ടോ, അവർക്ക് പുതിയ പുതിയ ഓർഡറുകൾ പ്ലേസ് ചെയ്യണമെങ്കിലും അവർക്ക് അതുപോലെ തന്നെ എന്താ പറയാ ഏതെങ്കിലും ഡിസിഷൻ ആക്സസ് ചെയ്ത് എടുക്കണമെങ്കിലും രണ്ടിനും സഹായിക്കുന്ന ഒന്നാണ് CPOE എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ടെലിമെഡിസിൻ ആൻഡ് ടെലി ഹെൽത്ത് ആണ്. ഇറ്റ് ഓൾസോ സപ്പോർട്ട്സ് റിമോട്ട് ഡെലിവറി ഓഫ് കെയർ ആണ്. റിമോട്ട് ഡെലിവറി ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ എന്താ, പേഷ്യൻസിന് അതായത് എന്താ പറയാ പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ചില എന്താ പറയാ കെയറിംഗ് ഒക്കെ കൊടുക്കുന്ന രീതിയൊക്കെ മാറ്റി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കെയറിംഗ് രീതിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാലോ ഇന്ന് ടെലിമെഡിസിൻ അതുപോലെ തന്നെ ടെലി ഹെൽത്ത്, അതായത് നമ്മളുടെ രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള ഇമേജസ് ക്യാപ്ചർ ചെയ്തിട്ടൊക്കെ അവര് അത് എന്ത് ചെയ്യുന്നു, ഫോട്ടോയിലൂടെയോ അല്ലെങ്കിൽ വോയിസിലൂടെ സൗണ്ടിലൂടെയോ വീഡിയോസിലൂടെയോ ഒക്കെ എന്ത് ചെയ്യാം, അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം, ഇപ്പൊ ഹാൻഡ് ഓവർ ചെയ്യാം. ഇപ്പൊ ഏതെങ്കിലും ഒരു ഡോക്ടർ കണ്ടെത്തുന്ന ചില കാര്യങ്ങൾ വേണമെങ്കിൽ മറ്റുള്ളവരോട് സംശയമൊക്കെ ചോദിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് അത് നമുക്ക് ഇൻഫോർമേഷൻ സിസ്റ്റം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാം, അവർക്ക് അത് എന്ത് ചെയ്യാം അയച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് അവരുടെ കണ്ടെത്തലുകൾ അവരുടെ ഒപ്പീനിയൻസ് നമുക്ക് തേടാൻ പറ്റും. അത് ചിലപ്പോൾ വോയിസ് ആയിട്ടായിരിക്കാം, വീഡിയോസ് ആയിട്ടായിരിക്കാം, ഇമേജസ് ആയിട്ടായിരിക്കാം. സോ അതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നു. ഇൻസ്റ്റെഡ് ഓഫ് റിമോട്ട് ഡെലിവറി എന്ന് വെച്ചാൽ പണ്ടത്തെ ട്രഡീഷണൽ മെത്തേഡിനെ മാത്രം ആശ്രയിച്ചിരുന്ന എന്ത് വെച്ചു, നമ്മൾ കണ്ടെത്തുന്നു, അയ്യോ ഇത് ഇവിടെ പറ്റില്ല, അടുത്ത ആളുടേക്ക് പോകും, അങ്ങനെ കൊടുക്കുന്നതിനേക്കാൾ പകരം whatever we are finding, നമ്മൾ ഇമേജസിലൂടെയോ വീഡിയോസിലൂടെയോ ഒക്കെ നമ്മൾ കണ്ടെത്തുന്ന കാര്യം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് മറ്റേതെങ്കിലും എഫിഷ്യന്റ് ആയിട്ടുള്ള നമ്മളെക്കാൾ കുറച്ചും കൂടി സീനിയോറിറ്റിയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സുമായിട്ട് ഷെയർ ചെയ്ത് they can also make queries, അല്ലെ? നമുക്ക് അന്വേഷണം നടത്തി കാര്യങ്ങളിലേക്ക് പോകാൻ വേണമെങ്കിൽ, അല്ലെ? അതിനൊക്കെ സഹായിക്കുന്നതാണ് ടെലി ഹെൽത്ത് ആൻഡ് ടെലി മെഡിസിൻ. ക്ലിയർ ആയോ? അത്രയൊന്ന് വായിച്ചു നോക്കാമോ? ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നതിൽ പേഴ്സണൽ മാനേജ്മെന്റ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ്, അത് ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോന്നും
പോയിന്റ് മാത്രമല്ല, ബോൾഡായി എഴുതിയിരിക്കുന്നത് മാത്രമല്ല, അതിന്റെ എക്സ്പ്ലനേഷൻസ് ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ പറയും, ഡാഷ് മാനേജസ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ ഫോർ സ്റ്റാഫ് ഇൻക്ലൂഡിംഗ് സാലറീസ്, ബെനിഫിറ്റ്സ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് എഴുതാൻ നമുക്കറിയണം. അതുകൊണ്ട് അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇനിയുണ്ട്, കുറച്ചും കൂടി ഉണ്ട്, ഇപ്പുറത്തുണ്ട്. ഞാൻ ആ ഒരു പേജ് തീർന്നതുകൊണ്ട് അതൊന്ന് വായിക്കാൻ പറഞ്ഞതാ. ഇവിടെ നമ്മൾ 5 പറഞ്ഞു, ഇനിയും 5 ഉണ്ടെന്ന് തോന്നുന്നു. 5 ഓക്കെ, 5 10 ഉണ്ട്. വായിച്ചു കഴിയുമ്പോ പറയുന്നുണ്ടാണ്. കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ എല്ലാവരുടെയും? ഓക്കെ, അടുത്ത എന്താ? റിഹാബിലിറ്റേഷൻ സർവീസ് ഡോക്യുമെന്റേഷൻ. റിഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അതായത് ഫോർ പ്രൊവൈഡിങ് തെറാപ്പീസ് അല്ലെ, ഫിസിക്കൽ തെറാപ്പീസ് ഉണ്ട്, സ്പീച്ച് തെറാപ്പീസ്, അതുപോലെ പാത്തോളജി സർവീസസ്, കിടത്തിയൊക്കെ ചില കാര്യങ്ങളൊക്കെ എന്താ പറയാ പരിശോധനയ്ക്ക് അയച്ച് പിന്നെ അതിന്റെ റിസൾട്ട് ഒന്ന് വീണ്ടും കൂടുതൽ കണ്ടിന്യൂ ഓഫ് കെയർ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പല തെറാപ്പീസും സർജറീസും ഒക്കെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പാത്തോളജി ടെസ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ദിവസമൊക്കെ ചിലപ്പോൾ നമുക്ക് അവരെ കിടത്തിയൊക്കെ ചികിത്സിക്കേണ്ടി വരും. അതിന്റെ കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ഒക്കെ ചെയ്യേണ്ട അതൊക്കെ ഇൻഫർമേഷൻസ് ആണ്. അത് ഡോക്യുമെന്റ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതും ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആണ് കേട്ടോ. അതും അപ്ലൈ ചെയ്യുന്നത് ഈ മേഖലകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻ സിസ്റ്റം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻഫർമേഷൻ സിസ്റ്റം ഏതൊക്കെ മേഖലകളിലാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും ആവശ്യമുണ്ട് ഹോസ്പിറ്റൽസിൽ, പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഒന്നും കൂടി എന്താ പറയാ കൺവിൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തെടുത്ത് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിലെ ഏത് മേഖലയിലെ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ സിസ്റ്റം ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ we cannot find it. എല്ലാ മേഖലയിലും ഉണ്ട്. എന്താ പറയാ ഹോസ്പിറ്റൽസില് രജിസ്ട്രേഷൻ പോയിന്റ് നിന്ന് തുടങ്ങി ഏതറ്റം വരെ ഹോസ്പിറ്റലിൽ എവിടെയൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുണ്ടോ അവിടെ എല്ലാം നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറിൽ അവര് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് അപ്പ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് അവർക്ക് തന്നെ പിന്നീട് ഉപയോഗിക്കാം. ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പേഷ്യൻസ് വന്ന് ചോദിച്ചാലും എടുക്കാം, കൊടുക്കാം. അതുപോലെ തന്നെ ലീഗൽ ഫോർമാലിറ്റീസിന് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഡോക്ടേഴ്സിന് ഹാൻഡ് ഓവർ ഷെയർ ചെയ്യാൻ വേണ്ടി എടുക്കാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇൻഫർമേഷൻസ് സേവ് ചെയ്യുന്നത്. അപ്പൊ റിഹാബിലിറ്റേഷൻ സർവീസും എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പേറോൾ എന്താ? റിഗാർഡിംഗ് ദ സാലറീസ് ആൻഡ് വേജസ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ അതായത് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിനും അവർക്ക് കൊടുക്കുന്ന സ്റ്റാഫുകളുടെ ഒക്കെ സാലറി. പേറോൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സാലറിയുടെ ഒരു ലിസ്റ്റ് ആണ്, അക്കോർഡിംഗ് ടു ദയർ നെയിംസ്, പേരും അവരുടെ സാലറി, ബേസിക് സാലറി എത്ര, അതിന്റെ ഒപ്പം PF പിടുത്തുണ്ടോ, പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള അലവൻസ്, DA, TA എന്നൊക്കെ പറയുന്ന അലവൻസുകൾ ഉണ്ട്, അതുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടി ഫൈനൽ പേയ്മെന്റ് എത്രയാണ്,
അതിനെ കാണിക്കുന്ന ഒരു എന്താ പറയാ നമ്മുടെ എക്സലിലൊക്കെ ചേർത്ത് തയ്യാറാക്കി വർക്ക് ഷീറ്റിനകത്തൊക്കെ തയ്യാറാക്കി വെക്കുന്ന ഒരു സാധനമാണ് കമ്പ്യൂട്ടറിൽ. അപ്പൊ എത്രയും പെട്ടെന്ന് ഒറ്റയടിക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റ് ഓഫ് എംപ്ലോയീസിന്റെ എന്താ പറയാ വേജസിന്റെയും അതുപോലെ സാലറീസിന്റെ ഒക്കെ ലിസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടും. അതില് ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ കൂട്ടലും കുറയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ പേയ്മെന്റ് എത്രയാണെന്നുള്ളതൊക്കെ ആ ഷീറ്റിൽ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവും. അതാണ് പേറോൾ എന്ന് പറയുന്നത്. ഓക്കെ, ടാക്സ് ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ. എന്നിട്ട് ലാസ്റ്റ് പേ സ്റ്റാറ്റസ് എത്രയാണ്, എത്ര രൂപ ഫൈനലി കൊടുക്കണം അല്ലെ. ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നെങ്കിലും കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇത്ര രൂപയാണ് കൈ കിട്ടണേ എന്ന് പറയാറില്ലേ, കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ? ആര് പിടിക്കുന്ന കാര്യം പറയുന്നേ? അതന്നെ, ചില ബിസിനസ് ഓർഗനൈസേഷനിൽ ദേ മൈറ്റ് ഹാവ് PF അക്കൗണ്ട്. ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലേ PF അക്കൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളുടെ സാലറിയിൽ നിന്നും അത് അവര് ഹോൾഡ് ചെയ്ത് വെക്കുന്ന എമൗണ്ട് ആണ്, അല്ലാണ്ട് അവർ എക്സ്ട്രാ തരുന്നില്ല. ഇപ്പൊ എന്റെ സാലറി ഇത്ര രൂപയാണെങ്കിൽ അതില് ഒരു ചെറിയൊരു എമൗണ്ട്, മേ ബി 500 ആകാം, 1000 ആകാം, 2000 ആകാം, ഡിപെൻഡിങ് ഓൺ ദ എമൗണ്ട് ഓഫ് സാലറി. സാലറിയുടെ എമൗണ്ടിന്റെ ബേസിസിൽ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഒരു തുക അവര് മാറ്റിവെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ജോലിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ റിട്ടയർ ആകുമ്പോഴോ, പണ്ടൊക്കെ റിട്ടയർ ചെയ്യുമ്പോഴാണ് മൂന്നും കൊടുക്കുക. ഇപ്പൊ അതൊക്കെ അങ്ങനെ മാറി. ഇത്ര വർഷങ്ങൾ കഴിയുമ്പോ അപ്പൊ തന്നെ അത് പ്രൊവൈഡ് ചെയ്യണമെന്നാണ്. അധികം നാളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാതെ. ചിലപ്പോ ഇല്ലേ, ആ PF ഉപയോഗിക്കാനുള്ള ഭാഗ്യം പോലും ആൾക്ക് കിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്ത് റിട്ടയർ ആകുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച PFന്റെ എമൗണ്ട് നമുക്ക് ഒരു ഗുണമില്ലാതെ അവിടെ വെച്ചു അല്ലെ. അതങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. എന്താ പറയാ, റിട്ടയർമെന്റിന്റെ സമയത്ത് ആ റിട്ടയർമെന്റിനെ ലൈഫ് നമുക്കൊന്നും കൂടി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒക്കെ എമൗണ്ട് ഒക്കെ നമുക്ക് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഓർഗനൈസേഷൻസ് പിടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നൊക്കെ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസിയുടെ ഇതൊക്കെ കുറഞ്ഞു വരികയാണ്. നമുക്ക് ലൈഫ് ടൈം ഒക്കെ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൽ ആശങ്കയൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ ഇത്ര വർഷത്തിന് കൂടുമ്പോ ഒക്കെ PF ഒക്കെ എംപ്ലോയീസിന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ PF-ലേക്കുള്ള ഹോൾഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സാലറിയുടെ ഒരു പോർഷൻ തന്നെയാണ്. നമ്മൾ ജോലി ചെയ്യുന്നതിന്റെ ഒരളവാണ് അവിടെ മാറ്റി വെക്കുന്നത്. പിന്നെ DA ഒക്കെ നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ ആ കൂട്ടലുകളും കുറയ്ക്കലുകളും, ചിലപ്പോൾ ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന ജോലിക്കാരനാണെങ്കിൽ ആളുടെ ഇൻകം അനുസരിച്ച് അതും ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്നതാണ് അയാളുടെ എന്തെന്ന് വിളിക്കുന്നത്, പേ സ്റ്റാറ്റസ് എന്ന് വിളിക്കുന്നത്. അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതെല്ലാം ഒരു ഹോസ്പിറ്റൽസിന്റെ എന്താ പറയാ ഈ പറയുന്ന ഇൻഫോർമേഷൻ ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് വൺ സ്റ്റാഫ് സ്കെഡ്യൂളിംഗ് എന്ന് വെച്ചാൽ സ്റ്റാഫുകൾ എത്ര വേണം, ഇനി ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും വേക്കൻസീസ് വന്നിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനും സ്കെഡ്യൂൾ ചെയ്യാനും. സ്റ്റാഫിന്റെ നെസസിറ്റി വേണോ, ആവശ്യമുണ്ടോ, അത് മോണിറ്റർ ചെയ്ത് നോക്കണ്ടേ. എവിടെയെങ്കിലൊക്കെ കുറവുണ്ടോ, അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറ്റി വേറൊരാൾ വേറെ സ്ഥലത്തേക്ക് ആക്കാം. അങ്ങനെയുള്ള സ്റ്റാഫ് നീഡ്സിന്റെ സ്കെഡ്യൂളിങ്ങിന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം ആണ് സ്റ്റാഫ് സ്കെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ സ്റ്റാഫ് ടൈം ആൻഡ് അറ്റൻഡൻസ് ആണ്. സ്റ്റാഫുകളിൽ വരുന്നതും അവരുടെ അറ്റൻഡൻസും മറ്റുമൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഇൻഫോർമേഷൻസ് ആണ് സ്റ്റാഫ് ടൈം ആൻഡ് അറ്റൻഡൻസ്. അതിന്റെ ഇൻഫോർമേഷൻസ്. മെഡിക്കേഷൻ യൂസ്ഡ് ബൈ ദ നഴ്സസ് ടു ഡോക്യുമെന്റ് മെഡിക്കേഷൻ. അവർ കൊടുക്കുന്ന മരുന്നുകൾ, മരുന്നിന്റെ ഡോസ്, അതുപോലെ തന്നെ ടൈം, അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റം. അതാണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. ഓരോ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടും. എന്താണ് അതിനകത്ത്, എന്ത് ഇൻഫോർമേഷൻ ആണ് ഈ ഒരു കാര്യത്തിൽ സ്റ്റോർ ചെയ്തത്. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന അതിനകത്ത് എന്ത് ഇൻഫോർമേഷനാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ നഴ്സസ് ടു ഡോക്യുമെന്റ് ദർ മെഡിക്കേഷൻ ഗിവൺ ആൻഡ് ഓൾസോ ഇറ്റ്സ് ടൈം, ഡോസ് എക്സെട്ര. എപ്പോ കൊടുത്തു, ഏത് മെഡിസിൻ ആണ് കൊടുത്തത്, അത് ഡോസ് എത്രയാണ്, ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് നഴ്സസ് വെക്കുന്നു. അതാണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. ക്ലിയർ ആയോ? അങ്ങനെ 10 മേഖലകളിൽ തന്നെ ഹോസ്പിറ്റൽസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫോർമേഷൻസ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഓരോ സ്ഥലം ഏതാണെന്നാണ് ഇങ്ങനെ നമുക്ക് കുറച്ചുകൂടി ചെറിയ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നേക്കണേ. മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കാമോ ആ ബാക്കി 5 ആൻഡ് ഇഫ് എനി ഡൗട്ട് ചോദിക്കാം.
വായിച്ചോ? കഴിഞ്ഞ ഹെൽത്ത് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റത്തെ കുറിച്ച് മൊത്തം ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇവർ നമുക്ക് എന്താ പറയാ ഹിസ്റ്ററി ആൻഡ് റിലേഷനെ കുറിച്ച് പറയുന്നത്. എന്ന് വെച്ചാൽ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മാറ്റം. പണ്ട് ഞാൻ ക്ലാസ് എടുത്തോണ്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന IT അല്ലെങ്കിൽ എന്താ പറയാ ഇൻഫോർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് ഈ പറയുന്ന ഇന്നത്തെ കാലത്ത് ഏത് ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ചെന്നാലും കാണാൻ സാധിക്കുന്നത് പണ്ടുണ്ടായിരുന്ന തടിച്ച നോട്ട് ബുക്കുകള്, ഫയലുകള്, അവിടെയൊക്കെ അങ്ങനത്തെ റാക്സ് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനത്തെ ബുക്കുകൾ കുന്നുകൂട്ടി കിടക്കുന്ന ഇടങ്ങൾ, ഓഫീസുകളൊക്കെ വളരെ കുറവാണ് അല്ലെ? ആലോചിച്ച് നോക്കിയാൽ നിങ്ങള് ഇപ്പൊ നമ്മൾ സാധാരണ ഹോസ്പിറ്റൽസിലൊക്കെ ഇപ്പൊ പോകുന്നുണ്ട്. ഹോസ്പിറ്റൽ മാത്രമല്ല പല പല ഓർഗനൈസേഷനിലും നമ്മൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നുണ്ട്. അവിടെയൊക്കെ ഇത്തരം തടിച്ച ബുക്കുകളും ഫയലുകളുടെയും എണ്ണമൊക്കെ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ പോകുമ്പോ എല്ലാ സ്ഥലത്തിലും അവിടെ നിന്ന് ഒരു ബുക്ക് എടുക്കുന്നു, അതിനകത്ത് എന്തൊക്കെയോ എഴുതുന്നു, ഇപ്പുറത്തുനിന്ന് ഒരു ബുക്ക് എടുക്കുന്നു, അവിടെയും എന്തൊക്കെ എഴുതുന്നു. അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്നും ഇതിനെ കുറിച്ച് ആലോചിക്കുക. ബാങ്കിൽ പോകാറില്ലേ നമ്മൾ? ബാങ്കില് പൈസ കൂടുതലുള്ളത് കൊണ്ടുപോയി അവിടെ സേവ് ചെയ്യാൻ പോകാറുണ്ട്. അല്ല നമുക്ക് ആവശ്യമുള്ള കാശ് പോലും നമ്മുടെ കയ്യിലില്ലെങ്കിൽ ലോൺ എടുക്കാനും പോകാറുണ്ട്. എനിത്തിങ് അതിനകത്ത് എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു 10, 20, 25 കൊല്ലം മുമ്പിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഈ ബാങ്കിൽ ചിലപ്പോഴും ഉണ്ടല്ലോ നീണ്ട ക്യൂ ആണ് അല്ലെ? ഒരുപാട് വലിയ ക്യൂ ആണ്. ഈ ക്യൂവില് പോണ കാര്യം ഓർക്കുമ്പോ തന്നെ ബാങ്ക് എന്ന് പറയുന്ന ഒരു പേടി സ്വപ്നമൊക്കെ ആയിട്ടാണ് പണ്ടത്തെ ആൾക്കാർക്ക് തോന്നിയിരുന്നത്. പണ്ടത്തെ സമയത്ത് നമ്മള് എന്താ പറയാ നമ്മളുടെയൊക്കെ ഒരു നല്ല സമയത്തൊക്കെ. പക്ഷെ ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടൊക്കെ ബാങ്കിൽ പോകാം. ഇന്ന് നമ്മളൊക്കെ അവിടെ ചെല്ലുമ്പോൾ അവർ ഭയങ്കര ഇതായിട്ടാണ് നമ്മളെ ഹാൻഡിൽ ചെയ്യാം. പണ്ടൊക്കെ നമ്മൾ ഭയങ്കര ദേഷ്യപ്പെടും, അല്ലെങ്കിൽ അവിടത്തെ ലൈനിലേക്ക് ഇവിടത്തെ ലൈനിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദേഷ്യപ്പെടും. പക്ഷെ ഇന്ന് കുറച്ചും കൂടി എന്താ പറയാ ഒരു നല്ല അപ്രോച്ചാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുക. കാരണം എന്താ പറയാ അവിടെ റഷ് ഇല്ല. ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. ബാങ്കിന്റേതായ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ ബാങ്കിൽ പോയി നിൽക്കണ്ട. നമ്മുടെ CDM കൗണ്ടർ ഉണ്ടെങ്കിൽ നമുക്ക് പൈസ എടുക്കുകയും ചെയ്യാം, അങ്ങോട്ട് ഇടുകയൊക്കെ ചെയ്യാം അല്ല. അപ്പൊ ഒരുപാട് തിക്കും തിരക്കൊക്കെ കുറഞ്ഞു. മാത്രമല്ല ഇന്ന് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു ഈസി എന്ന് പറയുന്നത് എന്താണ്, ഇതുപോലുള്ള തടിച്ച നോട്ടുബുക്കുകൾ അവിടെ എഴുതണവർക്ക് അക്കൗണ്ട്സിൽ എഴുതണം, ജേർണലിൽ എഴുതണം, ലെഡ്ജറിൽ എഴുതണം. ആ ലെഡ്ജർ ഈ ലെഡ്ജർ എന്നൊക്കെ പറഞ്ഞ എല്ലാത്തിലും ഒക്കെ എഴുതി വരുമ്പോ തന്നെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു 10-20 മിനിറ്റ് ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ കൗണ്ടറിന്റെ ആ ഒരു ചിക്കോളം തൊള്ളയിലേ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് നമ്മളിങ്ങനെ ഇതൊക്കെ ചെയ്തൊക്കെ ആയിരിക്കും പോകുക. 20 മിനിറ്റ് വെച്ച് ഒരാൾക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ നിൽക്കുന്ന ആളുകൾ ഇത്രയും ചിലപ്പോൾ നമ്മൾ എത്രയും ബാക്കിലാണെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ഉച്ചയ്ക്ക് ചോറ് വരുന്ന സമയവും കഴിഞ്ഞ് വീട്ടിൽ വൈകുന്നേരം ആയിരിക്കും 1 ഡേ പ്രോഗ്രാം ആയിട്ടായിരിക്കും തിരിച്ചെത്തുക അല്ലെ? പക്ഷെ ഇന്ന് നമുക്ക് അത്തരം കാര്യങ്ങൾ അവിടെ ഇവിടേക്ക് എൻറ്റർ ചെയ്യുന്നതിനേക്ക് കുറെ എന്താ പറയാ മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി അല്ലെങ്കിൽ ഇവല്യൂഷനോട് കൂടി എന്ത് പറ്റി? ഇത്തരം ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ് നമ്മളുടെ ഈ ഒരു മേഖലയിൽ ഉണ്ടായേക്കണത്. കാരണം ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ എളുപ്പം നമ്മൾ ഒരു സ്ഥലത്താണ് എൻ്റർ ചെയ്യുന്നതിൽ അത് അക്കൗണ്ട് ഒക്കെ ആവുമ്പോൾ പല സ്ഥലങ്ങളിലേക്ക് അക്കൗണ്ടുകളിലേക്ക് അത് എന്ത് ചെയ്യുന്നു ഓട്ടോമാറ്റിക്കലി അത് അതിന്റെ എന്താ പറയാ അപ്ഡേഷൻസ് വരും, അപ്ഗ്രേഡ് ചെയ്ത് പോകും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ആണ് ആ ചേഞ്ചസ് വരുന്നത്. അപ്പൊ നമ്മളിവിടെ അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഇപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഈ പറയുന്ന ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എങ്ങനെയാണ്, അതിന്റെ ചരിത്രം എന്താണ്, അതെങ്ങനെ പുതിയ ഇതായിട്ട് ഇങ്ങനെ ഉടലെടുത്തു എന്നുള്ളതൊക്കെ ഇവിടെയാണ് പറയുന്നത്. 1960s ടു ഇന്നത്തെ കാലം വരെ 1960 മുതൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന 2025 വരെയുള്ള മാറ്റങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കുറെ എടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതൊക്കെ നമുക്കറിയാം, നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്, ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് പല സ്ഥലത്തും അല്ലെ? കമ്പ്യൂട്ടറിന്റെ ഇൻട്രൊഡക്ഷനോടുകൂടി ആ ഒരു ഭാവത്തോടുകൂടി ഡ്രാസ്റ്റിക് ചേഞ്ച് ഹാവ് ബീൻ ഒക്കേർഡ് ഇൻ ടെക്നോളജി. സാങ്കേതികപരമായിട്ടുള്ള ഒരുപാട് അഡ്വാൻസ്മെന്റ് ഇന്ന് വന്നിട്ടുണ്ട്. 1960 അവിടെ കിടക്കുന്നത്, 2025 അവിടെ കിടക്കുന്നത് അല്ലെ? ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഓരോ പടിപടിയായിട്ടുള്ള മാറ്റങ്ങളാണ്. ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ ചേഞ്ച് അല്ല അല്ലെ? ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഇത്രയധികം എല്ലാ മേഖലയിലും വളർന്നത് അല്ല. തീർച്ചയായിട്ടും അതൊരു എന്താ പറയാ പതിയെ പതിയുള്ള ഒരു പ്രോഗ്രസ് ആണ്. ആദ്യമൊക്കെ ഇൻഫർമേഷൻസ് നമ്മളിങ്ങനെ ഫയലുകളിലും പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ കുറിച്ചിട്ട് പണ്ടത്തെ ആദിമ മനുഷ്യനൊക്കെ എവിടെയാ ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി നമ്മൾ കുറെ ഹിസ്റ്ററീസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ? ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ടത്തെ ഇന്ന ആൾക്കാർ ജീവിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞത് എങ്ങനെയാ? ഗുഹകളിലൊക്കെ ഇങ്ങനെ അവരുടെ പ്രിസ്ക്രിപ്ഷൻസ് അല്ലെ? അവര്
കല്ലും എന്താ പറയാ നഖവും അല്ല നഖം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് എന്താ പറയാ അനിമൽസിന്റെ നഖവും ഒക്കെ വെച്ച് കോറി വെച്ചിരുന്ന അക്ഷരങ്ങള് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഇന്ന ആർട്ട് ഫോം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ എങ്ങനെ അറിയില്ല? ഈ കൊത്ത് പണികളിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ചുവരുകളിലൊക്കെ ഇങ്ങനെ ഗുഹകളുടെ ഒക്കെ വരച്ചിരുന്നതൊക്കെ കണ്ടിട്ടൊക്കെയാണല്ലോ അന്നത്തെ കാലത്ത് അങ്ങനെ വെച്ചിരുന്നു. അതിൽ നിന്ന് ഓരോ പടിപടിയായി ഉയർന്ന് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ എന്താ പറയാ പല കാര്യങ്ങളും ഇൻഫർമേഷൻസ് ഇന്നും നമ്മൾ ഈ കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഇത്ര ഉപയോഗിക്കുന്നു എന്നും അല്ലെ ഏതെങ്കിലും ഒരു കാലത്ത് ചിലപ്പോൾ ഒരു 10-100 കൊല്ലം കഴിയുമ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാറും. നമ്മുടെ ഭൂമിക്ക് പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു കഴിയുമ്പോ അന്നത്തെ കാലത്തേക്ക് അല്ലെങ്കിൽ അത് കഴിഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ 100 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നീട് ഉണ്ടാകുന്ന ഭൂമിക്ക് എന്ത് സംഭവിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് അങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ ഈ ഉണ്ടാക്കി വെക്കുന്ന ഇൻഫർമേഷൻസിൽ നിന്ന് കമ്പ്യൂട്ടറൊക്കെ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അന്നത്തെ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ആ കാലഘട്ടത്തിലെ മനുഷ്യൻ പറയും. മനുഷ്യനോ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ച ആളുകൾ അല്ലെ പറയും. അപ്പൊ അതിന് ഇത് ഇൻഫോർമേഷൻസ് നമുക്ക് തരുന്നത് പലതരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാലഘട്ടങ്ങളിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് കണ്ടുപിടുത്തങ്ങളിൽ കൂടെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ടെക്നോളജി ചേഞ്ചസ് തന്നെയാണ്. അപ്പോൾ 1960s to 70s ഹെൽത്ത് കെയർ അല്ല ഈ പറയുന്ന ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടായിരുന്നു. 1960കളിലും 70കളിലൊക്കെ ആശുപത്രികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ ഈ പറയുന്ന ഇൻഫർമേഷൻ സിസ്റ്റം ഇത്രയധികം ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു. അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ ഫിനാൻഷ്യൽ രീതികളിലേക്കൊക്കെ ഡാറ്റ പ്രോസസ്സിംഗ് ആവശ്യമാണെന്ന് പല ഡിപ്പാർട്ട്മെന്റുകളിലും ഡാറ്റ പ്രോസസ്സിംഗ് ഒക്കെ ആവശ്യമാണെന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോ ആണ് എന്തുകൊണ്ട് വൈ ക്യാൻ ബി യൂസ് ദിസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ ഹോസ്പിറ്റൽസിലും നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കട്ടെ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അവിടെയും ഉപയോഗിക്കാം ഇവിടെയും ഉപയോഗിക്കാം. അങ്ങനെ പല ആളുകളുടെ ചിന്തകളിൽ നിന്നൊക്കെയാണ് ഇതൊക്കെ മാറ്റങ്ങൾ വന്നത്. നമ്മൾ ഇവിടെ ഹിസ്റ്ററി പോലെ ഇങ്ങനെ കുറെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ആദ്യമൊക്കെ പണ്ട് കണ്ടുപിടിച്ചിരുന്ന ആദ്യകാല കമ്പ്യൂട്ടറുകളുടെ പേര് കൊടുക്കുന്നത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. അത് വീടുകളിലൊക്കെ എന്താ പറയാ പണ്ടൊക്കെ ഈ എന്താ പറയാ എൻവയോൺമെന്റ് പരമായിട്ടുള്ള കാര്യങ്ങള് ചെറിയ കമ്പ്യൂട്ടർ ഉണ്ടാവും. മിനി കമ്പ്യൂട്ടേഴ്സ് അതുപോലെ അതിൽ നിന്ന് പിന്നീട് ഉണ്ടായതാണ് മിനി കമ്പ്യൂട്ടേഴ്സ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് കൂടാതെ. അപ്പൊ ആ ഓരോ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് ഹോസ്പിറ്റൽസും ഈ പറയുന്ന കമ്പ്യൂട്ടേഴ്സിന്റെ ഉപയോഗമൊക്കെ അവരും ഉപയോഗിച്ചു തുടങ്ങി. കാരണം അവരെ ക്ലിനിക്കൽ പർപ്പസിന് ഇൻഫർമേഷൻസ് ഡെവലപ്പ് ചെയ്യണം, അത് സ്റ്റോർ ചെയ്യണം, സേവ് ചെയ്യണം എന്നൊക്കെയുള്ളതൊക്കെ അത്യാവശ്യം വന്നതുകൊണ്ടാണ്. ദെൻ പിന്നീട് മിനി കമ്പ്യൂട്ടേഴ്സ് കൂടുതൽ വീണ്ടും അതിനേക്കാൾ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിനേക്കാൾ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ വന്നു. അപ്പോൾ അവിടെയും നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഓരോ ഹോസ്പിറ്റൽസിൽ അന്ന് തുടങ്ങുമ്പോഴൊക്കെ ആദ്യം ഒരു കമ്പ്യൂട്ടറൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നീട് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും അവർക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ മാറി വന്ന ഒരുപാട് മാറ്റങ്ങളാണ് നമ്മളുടെ ഈ ഇന്നത്തെ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ അവിടെ വരെ എത്തി നിൽക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ കുറെ വലിച്ചു വാരിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമുക്കിതൊക്കെ വളരെ നന്നായി അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. കാരണം ഏത് കാലഘട്ടത്തിൽ ഭൂമിയൊക്കെ ഉണ്ടായി അന്ന് മുതൽ കമ്പ്യൂട്ടേഴ്സോ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് ഒരു വാക്ക് തന്നെ മനുഷ്യന്മാർ കേട്ടിട്ടുണ്ടായിരുന്നുണ്ടാവില്ല അല്ലെ? അതൊക്കെ എപ്പോഴാണ് കേട്ടു തുടങ്ങിയെന്നൊക്കെ നമുക്കറിയാം. ആദ്യം ഒരു കാൽക്കുലേറ്റർ ഫോർമാറ്റിലൊക്കെയാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആശയം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ മൊബൈൽ ഫോണുകളിൽ വരെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെതായ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ ഹാൻഡി നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ വരെയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ? കമ്പ്യൂട്ടർ തന്നെ വലിച്ചു വാരി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? പണ്ടൊക്കെ ഈ എന്താ പറയാ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് എന്ത് ചെയ്തു, അതും കൂടി പിന്നെയും ഒന്നും കൂടി ഈ എന്താ പറയാ ഈസി ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പുകളായി മാറി. ഇവിടെ കയ്യിലൊരു ബാഗിലിട്ടിട്ട് നമുക്ക് പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകാം. ഇത് ഉപയോഗപ്പെടുത്തി ചെയ്യേണ്ട ജോലികൾ നമുക്കത് ഉപയോഗം ചെയ്യാം. എന്നാൽ അതിനെ കുറച്ചുകൂടി വീണ്ടും കൺവീനിയന്റ് ആകുന്ന രീതിയിൽ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾക്കൊക്കെ എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിന് ഈക്വൽ ആയിട്ട് ചെയ്യുന്ന കുറെ ആക്ഷൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ചെയ്യിപ്പിക്കാം. ചെയ്യുന്നില്ല? എന്തുമാത്രം കുട്ടികൾ ചെയ്യുന്നത്. അവർക്ക് ഇപ്പൊ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ പ്രോജക്റ്റ് ഒക്കെ അതിനകത്ത് ചെയ്തിട്ട് പെൻഡ്രൈവിലാക്കിയിട്ട് അവർ കടയിൽ പോയിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, അവരതിന്റെ റെക്കോർഡാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിന്റ് ഔട്ട് എടുക്കുന്നത് അതിനകത്ത് ചെയ്യാം. നമ്മൾ കയ്യിൽ തന്നിരിക്കുന്ന ആ കുഞ്ഞു ഡിവൈസ് തന്നെ ഉപയോഗിച്ച് ചെയ്യാം. സോ ഇതുവരെ എത്തി നിൽക്കുമ്പോൾ നമുക്കറിയാം there has been a drastic change in this information technology. ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഈ ഞാൻ പറയുന്ന ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം.
First sentence, the development and use of healthcare information system has changed dramatically with the advances in technology and impact of environmental influences and payment economics. പേയ്മെന്റിലും ഇതിലൊക്കെയാണ് എൻവയോൺമെന്റിനൊക്കെ വേണ്ടിയിട്ടാണ് ആദ്യം ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചിരുന്നത്. കാലാവസ്ഥയൊക്കെ പറയാനും അതുപോലെ കണക്കുകളൊക്കെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ. കൂട്ടാനും കുറയ്ക്കാനല്ല, കണക്കുകളുമായിട്ട് ഡീൽ ചെയ്യുന്നവരൊക്കെയാണ്. പക്ഷെ പിന്നീട് ഹെൽത്ത് കെയർ സെന്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചു തുടങ്ങിയത് ഇവിടെയാണ്. ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഇൻ ദ 1960s to 70s, healthcare executives invested primarily in administrative and financial information system that could automate the part of billing process and facilitate accurate Medicare cost reporting. അതിനുശേഷം 1960-70 കാലഘട്ടങ്ങളിലൊക്കെ ആയപ്പോ നമ്മുടെ ഹോസ്പിറ്റൽസില് ബില്ലിങ്ങിന് വേണ്ടിയും അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയും അതൊക്കെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നീട് അവിടെയൊക്കെ അന്നത്തെ കാലത്ത് ഇത് ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചെന്നാണ് പറയുന്നത്. ആ രണ്ട് സെന്റൻസ്. അതിനുശേഷം many computers were smaller and more powerful than some of the mainframe computers and available at cost that could be justified by revenue generating departments. Mini frame computers കുറച്ചുകൂടി ചെറുതുമാണ്, മാത്രമല്ല പവർഫുള്ളും ആണ്. നമുക്ക് എന്താ പറയാ ഒരു റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റിന് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയാം. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിനേക്കാൾ കുറച്ചുകൂടി പവർഫുൾ ആയതും ചെറുതുമായിട്ടുള്ള മിനി കമ്പ്യൂട്ടേഴ്സിന്റെ ആവിർഭാവം പല ഡിപ്പാർട്ട്മെന്റുകളും എന്ത് ചെയ്തു, ഉപയോഗപ്പെടുത്തി അതിന്റെ ആ ഒരു ഇത് ചെയ്തോ, അണ്ടർലൈൻ ചെയ്തോ. ആ രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്താൽ മതി. രണ്ടല്ല, മൂന്നെണ്ണം. ഫസ്റ്റ് പാരഗ്രാഫിൽ രണ്ട് സെന്റൻസും ഈ ഒരു മിനി കമ്പ്യൂട്ടേഴ്സിന്റെ ആ ഒരു അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. സോ ഇൻ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, ഇനി ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ ഇതിന്റെ സവിശേഷതകളും പ്രവർത്തനങ്ങളും എന്തൊക്കെയാണെന്നാണ്, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ് EHR-ല്. അപ്പൊ നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത് പേഷ്യന്റ് കെയറിന് വേണ്ടി കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് കളക്ട്സ് ദ ഡാറ്റാസ് ഓഫ് ദ പേഷ്യൻസ് ആൻഡ് ഓൾസോ ഇറ്റ് സ്റ്റോർ ദാറ്റ് പേഷ്യന്റ് ഡാറ്റ. And also it is used for any information to be given to any providers. It also permits the clinicians to order directly. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് പേഷ്യൻസിന് അവരുടെ കെയറിങ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റാൾക്കെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റോ ഒരു ടൂളോ ഫിസിഷ്യന് വേണം, അല്ലെങ്കിൽ ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടേഴ്സിന് വേണമെങ്കിൽ അത് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടി, ഇതിനൊക്കെ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്ത് ചെയ്തു, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ കൊണ്ടുവന്നു. മനസ്സിലായോ? അതായത് ഏത് രീതിയിൽ നമുക്ക് എന്ത് കാര്യങ്ങളും ഡിസിഷൻസ് എടുക്കാൻ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി എന്ന് പറയുന്ന ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്തത്. ആൻഡ് അപ്പൊ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് അവർക്കൊരു എന്താ പറയുക സപ്പോർട്ടാണ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അവരുടെ തീരുമാനങ്ങൾ എടുക്കാൻ പേഷ്യൻസിനെ എന്താ പറയാ കെയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും പല കാര്യങ്ങളും ചിലപ്പോൾ അവർക്ക് അലേർട്ട് ആകാൻ വേണ്ടി, റിമൈൻഡ് ചെയ്യിക്കാൻ വേണ്ടി, ഇതൊക്കെ അവർക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഗൈഡ് ലൈനിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ആ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ഇലക്ട്രോണിക് ആയിട്ട് ഇവര് റെക്കോർഡുകൾ സൂക്ഷിക്കാൻ തുടങ്ങി. അതേ സമയത്ത് തുടങ്ങി ഇതിനൊക്കെ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ആൻഡ് EHR can electronically collect and store patient data, supply that information to providers on request, permit clinicians to enter orders directly into a computerized provider order entry system. അവിടെ വരെ മതി. ലാബ് ടെസ്റ്റുകൾ റെക്കോർഡ് ചെയ്യാൻ, ഇപ്പൊ ഏതെങ്കിലും പേഷ്യന്റിന് ഇഫ് ഹാവ് സം അലർജി,
ആ ഡ്രഗിന് എന്തെങ്കിലും തരത്തിലുള്ള അലർജി ഉണ്ടെങ്കിൽ അത് വാൺ ചെയ്യാൻ അത് അവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ അപ്പൊ തന്നെ അവരുടെ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ അവർ നോട്ട് ചെയ്യുന്നു. ഇന്ന മെഡിസിൻ പേഷ്യൻസിന് അലർജിക് ആണ്, അവർക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു വാണിംഗ് ആയിട്ടൊക്കെ ഇതൊക്കെ എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഈ ഇൻഫോർമേഷൻസ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന് അങ്ങനെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്. ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് എടുത്തു നോക്കാം. പേപ്പർ റെക്കോർഡ്സിനേക്കാൾ കുറച്ചുകൂടി ഈസി ഹാൻഡ്ലിംഗ് ആണ്. ഇതൊക്കെ മുഴുവനും പേപ്പറിലൊക്കെ ആണെങ്കിലോ എവിടെ പോയി തപ്പും, ഏത് സ്ഥലത്താണ് അന്വേഷിക്കുക, അതൊക്കെ ബുദ്ധിമുട്ടാണ്. അതേസമയം ഇതെല്ലാം നമ്മളിങ്ങനെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് പാസ്വേഡ് ഉപയോഗിച്ച് നമ്മളതിനെ എന്താ പറയാ സെക്യൂർഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എനി ടൈം നമുക്കത് റിട്രീവ് ചെയ്ത് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് റാദർ ദാൻ മാനുവൽ റെക്കോർഡ്സ്. മാനുവൽ റെക്കോർഡ്സിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള റെക്കോർഡാണ്. കാരണം ഇത് വീണ്ടും വീണ്ടും പറയുന്നുള്ളൂ. സോ ഒന്ന് വായിച്ചു നോക്കിയേ, അതിനകത്ത് എന്തെങ്കിലും സെന്റൻസുകളൊക്കെ നിങ്ങൾക്ക് ഒന്ന് അർത്ഥം മനസ്സിലാകാത്തതോ കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. നോ നീഡ് ഓഫ് എന്താ പറയാ ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ, എന്തെങ്കിലും മനസ്സിലാവണ്ടോ നോക്കി. മനസ്സിലാവാത്തതുണ്ടാവുന്നു. മാത്രമല്ല ഇപ്പൊ ഹാൻഡ് റിട്ടൺ ഇതിനെയൊക്കെ നമുക്ക് കോഡൊക്കെ ആക്കി എന്ത് ചെയ്യാം, ഇതിനകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ട്രാൻസ്ക്രൈബ് ചെയ്ത് ഡോക്ടേഴ്സിന് വേറെ രീതിയിലൊക്കെ ആക്കി മാറ്റാനൊക്കെ പറ്റും. അതുകൂടി ഒന്ന് ട്രൈ ചെയ്തേ. CPOE is at its most basic level is a computer application that accepts provider orders electronically, replacing handwritten or verbal orders and prescriptions. കൈകൊണ്ട് എഴുതിയ അല്ലെങ്കിൽ വാഗൊണ്ട് പറഞ്ഞ ഇതിനെയൊക്കെ നമുക്ക് ഇലക്ട്രോണിക്കലായിട്ട് ഇൻഫോർമേഷൻ ആയിട്ട് സേവ് ചെയ്താൽ വെക്കാൻ പറ്റുന്ന ഒരു രീതി കൂടിയാണ് CPOE, കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് നന്നായി ചെയ്തേക്കാം കേട്ടോ. ആ ഒരു വലിയ പാരഗ്രാഫിൽ ആ 2 സെന്റൻസിന്റെ ആവശ്യമുള്ളൂ. വീട്ടവിടെ ലാസ്റ്റ് സെന്റൻസ് പറയുന്നത് an EHR alert reminding the clinician that the patient is allergic to certain medication or that two medications should not be taken in combination with each other. അതായത് ഏതെങ്കിലും മെഡിസിന് ആ പേഷ്യന്റിന് അലർജി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇന്ന മെഡിസിന്റെ കൂടെ വേറൊരു മെഡിസിൻ കൂട്ടി ഒരുമിച്ച് ഇപ്പൊ അവിടെ കഴിച്ചു അപ്പൊ തന്നെ അത് കഴിച്ചു കഴിയുമ്പോ അത് തമ്മിൽ റിയാക്ട് ചെയ്താൽ ആൾക്ക് അത് രണ്ടും കൂടി ഒരുമിച്ച് കഴിച്ചാൽ റിയാക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ ഓർമ്മപ്പെടുത്തുന്നു. അതൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചാലും നമുക്ക് ഓർമ്മയുണ്ടെങ്കിലും അത് അറിയാൻ പറ്റും. പക്ഷെ ഒരു ഹോസ്പിറ്റലാകുമ്പോ എത്ര പേഷ്യൻസ് ഒരു ദിവസം വരുന്നത്, ഇതെല്ലാം എന്താ പറയാ ഡോക്ടേഴ്സിന് അവരുടെ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റും. ഇന്ന ആൾക്ക് ഇന്ന രോഗമുള്ള ആളുകൾക്ക് അത് പറ്റില്ല, അല്ലെങ്കിൽ അത് അവർക്ക് അലർജിക്കായിരിക്കും എന്ന് അവർക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഓർത്തിരിക്കാൻ പറ്റുമോ? ഇല്ല. മനുഷ്യന്റെ മെമ്മറി ഒക്കെ ഭയങ്കര ഹൈയൊക്കെയാണ്. പക്ഷെ എല്ലാ സാധനവും നമുക്ക് അവിടെ ഓർത്തിരിക്കാൻ പറ്റില്ല. കാരണം ഒരു ദിവസത്തിൽ തന്നെ ദേ ആർ ട്രീറ്റിംഗ് മെനി പേഷ്യൻസ്, ഒരുപാട് പേഷ്യൻസിനെ നോക്കുന്നവരാണല്ലോ. അപ്പൊ ഇതെല്ലാം ഓർത്തിരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് വിൽ ഹെൽപ്പ് ദം ടു റിമൈൻഡ്. അവരിത് ഓർത്തിരിക്കാനുള്ള ഈ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് അവർക്ക് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാം. ഇതിന്നത് അലർജിയാണ്, അല്ലെങ്കിൽ ഇന്ന 2 മെഡിസിൻസ് ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ. മനസ്സിലായ? വീണ്ടും ഇവിടെ ഒരു എന്താ പറയുക കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് കാലിഫോർണിയ ചെറുതണ്ട പെൻസിലിൻ ബെൻസാർട്ടിൻ എന്ന് പറയുന്ന ഒരു മെഡിസിൻ, അത് അലർജിക് ആണ് എന്ന് കാണിക്കുന്നത് അവര് അവിടെ നേരത്തെ എഴുതി വെച്ചേക്കാണ്. മനസ്സിലായോ? അത് ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നേക്കാം. അതായത് ഇങ്ങനെ അവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കാണ്, ഇന്ന പേഷ്യന്റിന് ഈ ഒരു പെൻസിലിൻ കണ്ടിട്ടുള്ള ഈ ഒരു സാധനം കഴിക്കാൻ പറ്റില്ല, അത് കഴിച്ചാൽ ആൾക്ക് അലർജിയാണ് എന്നുള്ളത്.
അതൊരു ചാർട്ട് നമുക്കിവിടെ കാണിക്കാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ്. സോ EHRന്റെ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, എന്തിനാണ് നമുക്ക് ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് കൊണ്ടുള്ള എന്താ പറയാ നേട്ടം, അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ കുറച്ച് എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ചില പ്രയോറിറ്റീസ് പറയുന്നുണ്ട്. ഇംപ്രൂവ് ഹെൽത്ത് കെയർ ക്വാളിറ്റി, നമ്മുടെ ഹെൽത്ത് കെയർ ക്വാളിറ്റി ഇംപ്രൂവ് ആക്കാൻ. കാരണം ഇതൊക്കെ ഇങ്ങനെ ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഹെൽത്ത് കെയർ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല എഫിഷ്യൻസി വർദ്ധിപ്പിക്കാം, റെഡ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റും. മനസ്സിലായി. പിന്നെ എൻഗേജ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് ഇൻ ദെയർ ഹെൽത്ത് കെയർ. അതായത് ഇപ്പൊ ഈ ഇൻഫർമേഷൻസ് ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ സംശയം ഉണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ ആ ഇൻഫർമേഷൻസ് വേണമെങ്കിൽ പേഷ്യൻസിനോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഫാമിലീസിനോ ഒക്കെ കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് കാണിക്കാം, അവർക്ക് എന്താ പറയാ അവരെ ഇൻഫോം ചെയ്യുന്ന രീതിയിൽ ഇതൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അവരെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താം, പേഷ്യൻസിന്റെ ഫാമിലീസിനെ. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ഡോക്ടേഴ്സില്ലേ എന്തെങ്കിലും നമ്മള് ചില ഇമേജിങ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോ അങ്ങനെ ഇപ്പൊ ചെറു വായിൽ കൂടി ഇട്ടിട്ട് എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെയൊക്കെ ഇമേജസ് ആയിട്ട് ഇവിടെ സ്ക്രീനിൽ തെളിയുമല്ലോ. അപ്പൊ പേഷ്യൻസിനെ കാണിച്ചു കൊടുക്കാറില്ലേ, കണ്ടില്ലേ നിങ്ങളത്? ഇതാണ് കേട്ടോ, അതേ കണ്ടോ, അത് ഇവിടെയാണ് പ്രശ്നം, അവിടെയാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കും അല്ലെ? ഞാനും കണ്ടിട്ടുണ്ട് അങ്ങനെ. ഇപ്പൊ നമ്മള് മൂക്കിലൊക്കെ ഇങ്ങനെ ഒരു സാധനം കയറ്റി വിട്ടിട്ടെ അത് ഇങ്ങനെ കയറ്റി വിടുമ്പോ ഏകദേശം നമ്മളുടെ ഈ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഇതിന്റെ ഇവിടെ വരെയുള്ള കാഴ്ചകൾ അതിൽ കൂടി സ്ക്രീനിൽ തെളിയും സിസ്റ്റത്തിൽ. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട് ഇതാണ് പ്രശ്നം. ചില കുട്ടികൾക്കൊക്കെ കൗട്ടായിട്ടുള്ള മൂക്കായിരിക്കും, മൂക്കൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുക, മൂക്കിൽ ദശ വളരുക, അങ്ങനത്തെ ഒക്കെ പ്രശ്നം വരുമ്പോ ഇതിങ്ങനെ ഇട്ട് കാണിക്കും അവര് നമുക്ക് ഇന്നതാണ് പ്രശ്നം. അപ്പൊ അത് കാണിച്ചു കഴിയുമ്പോൾ അവര് നമ്മളെ കൂടി ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ അത് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നമ്മളെ കൂടി എൻഗേജ് ചെയ്യിപ്പിക്കുകയാണത്. മനസ്സിലായി. അപ്പൊ EHR കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. അല്ലാണ്ട് അവരല്ലേ കാണുള്ളൂ. ഈ ഇത് മറ്റേ റെക്കോർഡാണെങ്കിലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ടത്തെ പോലത്തെ ബുക്കിൽ എഴുതി വെച്ചേക്കുന്നതാണെങ്കിലോ അത് അവർക്കറിയാം, അവർക്ക് മനസ്സിലായ കാര്യം എന്താണ്. പക്ഷെ നമുക്കറിയുന്നില്ലല്ലോ, നമുക്കിതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. അപ്പൊ നമുക്കിത് ഈ വീഡിയോസോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇമേജസോ കാണിച്ചിരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക്? പിന്നെ കോർഡിനേഷൻ, ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ, കെയർ കൊടുക്കുന്നതിന് കുറച്ചുകൂടി ഏകോപിപ്പിക്കുക, കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള കോർഡിനേഷൻ കൊണ്ടുവരിക. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഏകീകരിച്ച് ഇന്ന ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആ ഒരു പേഷ്യന്റ് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ ഇൻഫോർമേഷൻസും കോർഡിനേറ്റ് ചെയ്ത് എന്താണ് ആളുടെ പ്രശ്നം മനസ്സിലാക്കാൻ. ഇംപ്രൂവ് പോപ്പുലേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത്, നമ്മളുടെ മാത്രമല്ല പുറത്ത് പൊതുജനങ്ങളുടെ കൂടി ആരോഗ്യത്തെ സംരക്ഷിക്കാൻ. ഇന്ന ഇൻഫോർമേഷൻസ് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു അപൂർവമായ രോഗം ഉണ്ടായി, അപ്പൊ അങ്ങനത്തെ ഇനിയൊരു രോഗം വേറെ ഏതെങ്കിലും പബ്ലിക്കില് പൊതു ആളുകൾക്ക് വേറെ ആർക്കെങ്കിലും ഉണ്ടോ, അപ്പൊ അതുണ്ടെങ്കിൽ അപ്പൊ എന്നിൽ കണ്ടെത്തിയ അതേ കാരണങ്ങളൊക്കെ തന്നെയാണോ നോക്കി മനസ്സിലാക്കി, നേരത്തെ നമ്മൾ ഇങ്ങനെ ചികിത്സിച്ചു, അപ്പൊ അതിന് ഒരു പ്രതിവിധി കണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. And the last one, ensure adequate privacy and security. ഒരാളുടെ പേഴ്സണൽ ഹെൽത്തിനെ സംബന്ധിക്കുന്ന എന്താ പറയാ വിവരങ്ങൾ വളരെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ എന്താ പറയാ സുതാര്യവുമായി സൂക്ഷിക്കേണ്ടതുണ്ട് എങ്കിൽ അതിന് നമ്മുടെ ഈ ബുക്കുകളൊന്നും പറ്റൂല. ആർക്കെങ്കിലും ഒന്ന് തുറന്നു നോക്കി എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാം. പക്ഷെ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി സേഫ് ആൻഡ് സെക്യൂർഡ് ആണ്. അതിനും EHR ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആ 5 പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. Use of EHR technology as a strategy to improve the nation's health outcome policy. Prioritize. എന്തൊക്കെ പ്രയോറിറ്റി ആണ് അതിൽ കൊടുക്കുന്നതെന്ന് ഈ 5 പോയിന്റ് ആ ഒരു സെന്റൻസ് ഉൾപ്പെടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്ക്. ചോദ്യം അറിയണ്ടേ, എന്നാലും ഉത്തരം അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ശരിക്കും പറഞ്ഞു ഇതിനകത്ത് ബാക്കിയുള്ളത് ചില കീ ചലഞ്ചസ് ആൻഡ് ഇഷ്യൂസ് ആണ്. അതുകൂടി മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് EHR എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇത്രയധികം ഭയങ്കര കാര്യങ്ങളായിട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിലും അത് ഫേസ് ചെയ്യുന്ന ചില വെല്ലുവിളികളുണ്ട്. അത് തേർഡ് ക്ലാസ് നമ്മൾ എടുക്കാം. അത് കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ചാപ്റ്റർ തീർന്നു. എന്റെ അർത്ഥം ഈ പറഞ്ഞ പോലെ